ഹായ് ഗൈസ്, എല്ലാവരും വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലൈവ് സ്ട്രീമിനെ കുറിച്ചാണ്. 2025 ശേഷം യൂട്യൂബ് പുതിയ കൊടുന്ന അപ്ഡേഷനാണ് ലൈവ് സ്ട്രീം. 16 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് അനുവദിക്കുന്നതുള്ളൂ യൂട്യൂബ്. അതിന് താഴെയുള്ള ആൾക്കാർക്ക് പെർമിഷൻ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിന് ഒരുപാട് നിബന്ധനകൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, എനിക്ക് ഒരു തെറ്റ് പറ്റി. അത് നിങ്ങൾക്കാർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് സംസാരിക്കുന്നത്. എൻ്റെ ലൈവ് സ്ട്രീം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ രാത്രി ഗെയിം ലൈവ് സ്ട്രീം ചെയ്തതിന് ശേഷം രാത്രി ആയതുകൊണ്ട് എൻ്റെ മുഖം അതിൽ വ്യക്തമല്ല. അടുത്തുണ്ടായിരുന്ന കുട്ടിയുടെ സൗണ്ട് അതിൽ കേട്ടു. അതായത് നമ്മളെ ലൈവിൽ സൗണ്ട് കേട്ടു. എൻ്റെ മുഖം അതിൽ വ്യക്തമല്ലായിരുന്നു, ലൈറ്റ് ഇല്ലാത്ത കാരണം. അപ്പോൾ യൂട്യൂബിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഈ കുട്ടിയാണ് ലൈവ് സ്ട്രീം ചെയ്യണത് എന്ന് കരുതിയിട്ട് എൻ്റെ ലൈവ് സ്ട്രീം താൽക്കാലികമായിട്ടാണ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. താൽക്കാലികമായിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ശ്രദ്ധിച്ചില്ലാണ്ടെങ്കിൽ 8ൻ്റെ പണി കിട്ടും. അപ്പോൾ ഇത് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ലൈവ് സ്ട്രീം ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും കരുതി വെക്കാം. നമ്മൾ സ്ട്രീം ചെയ്യുന്ന ടൈമിൽ നമ്മുടെ മുഖം അതിൽ വ്യക്തമാവണം. അങ്ങനെയാണെങ്കിൽ അടുത്തുനിന്ന് സൗണ്ടുള്ള വിഷയമല്ല. നമ്മുടെ മുഖം അതിൽ വ്യക്തമല്ലാത്ത കാരണം അടുത്ത് ഏതെങ്കിലും കുട്ടികളുടെ സൗണ്ടോ ചെറിയ പെൺകുട്ടികളുടെ സൗണ്ടോ എന്തായാലും അതിൽ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ട്രീം കട്ടാവും, ബ്ലോക്ക് ചെയ്ത് വെക്കും യൂട്യൂബ്. അതിനുശേഷം ഒരു നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷനിൽ ഉണ്ടാവും ഇതാണ് കാരണം എന്നുള്ളത്. കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്കാണ് ഇതിന് വരിക. അപ്പോൾ അത് 7 ദിവസത്തെ കാലാവധിയാണ് പരമാവധി വരിക. ഈ 7 ദിവസം കഴിഞ്ഞിട്ടും ഇത് സ്ട്രീം ഓപ്പൺ ആയില്ല എന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ പരാതി അതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ യൂട്യൂബ് ഈ ഒരു സ്ട്രീം ചെയ്ത വീഡിയോ ഒന്നും കൂടെ പരിശോധിക്കും. അപ്പോൾ നമ്മൾ അപ്പീൽ കൊടുത്ത വിഷയം കറക്റ്റാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് സ്ട്രീം നിങ്ങൾക്ക് റീ ഓപ്പൺ ആക്കി തരും. അതല്ലേ അത് പൂർണ്ണമായും നഷ്ടപ്പെടുത്താൻ ചാൻസ് ഉണ്ട്. 7 ദിവസമാണ് കാലാവധി. 7 ദിവസം മാക്സിമം നോക്കുക. എന്നിട്ടും വന്നില്ലാണ്ടെങ്കിൽ ഫീഡ്ബാക്കായിട്ട് നിങ്ങളെ പരാതി സമർപ്പിക്കുക. അപ്പോൾ എന്തായാലും തിരിച്ച് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എനിക്ക് എൻ്റെ സ്ട്രീം നഷ്ടപ്പെട്ടിരിക്കണം. അപ്പോൾ ഈ വിഷയം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത്. പിന്നെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് പറ്റാം. കാരണം ഈ ഒരു അപ്ഡേഷൻ പുതിയതായത് കൊണ്ട് തന്നെ ആർക്കും വല്ലാതെ അറിയില്ല. ലൈവ് ചെയ്യണതാണ് ഒരുപാട് ആൾക്കാർ ഞാൻ കാണുന്നതാണ്, ലൈവ് സ്ട്രീം ചെയ്യണതെല്ലാം. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ കുറേ നിബന്ധനകളുണ്ട്. അതും പിന്നെ വേറെ എന്താ പറയാനുള്ള ഇത് വെച്ചാൽ, നമ്മുടെ സ്ട്രീമിന് അഥവാ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് വരുന്നിട്ട് സ്ട്രീം ബ്ലോക്കായി എന്ന് വെച്ചു. അപ്പോൾ ഈ നമ്മൾ ലൈവ് സ്ട്രീം ചെയ്ത വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യരുത്. അത് ഡിലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അപ്പീൽ നൽകാനുള്ള ഓപ്ഷൻ നഷ്ടപ്പെടും. അത് ഡിലീറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നായിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നോട്ടിഫിക്കേഷൻ്റെ ഓപ്ഷനിൽ ഈ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് കാണാം. അതിന് നേരെ അടിയിലായിട്ട് അപ്പീൽ എന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ കൊടുത്ത് നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാം. പക്ഷേ ഈ വീഡിയോ കണ്ടൻറ്റ് നിങ്ങൾ ഒഴിവാക്കി നിങ്ങൾ സ്വയം ഡിലീറ്റ് ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ അതിൽ നഷ്ടപ്പെടും. അപ്പോൾ അതിനാൽ നമുക്ക് അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷനും അതോടെ നഷ്ടപ്പെടും. അപ്പോൾ അത് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ കാര്യങ്ങൾ മാക്സിമം എല്ലാവരും അറിയണം എന്നുള്ളൊരു താല്പര്യം എനിക്കുണ്ട്. കാരണം നമ്മൾ ഒന്നും അറിയാതെ സ്ട്രീം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രീം എന്നേക്കുമായി നഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 7 ദിവസം വെയിറ്റ് ചെയ്ത് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കായിട്ട് നിങ്ങളെ പരാതി അവർക്ക് സമർപ്പിക്കാം. പിന്നെ ഇതുപോലെ ഒരു മെസ്സേജ് തന്നെ ആവും നിങ്ങൾക്ക് പരമാവധി ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അതായത് ഒരു ചാനലിൻ്റെ ഇതനുസരിച്ച് യൂട്യൂബ് ഓരോ ചാനലിനും ഓരോ സ്ട്രീം ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ദിവസം എത്ര എണ്ണം ഒരു ദിവസം ടൈം പരിധിയല്ല, എത്ര എണ്ണം എന്ന് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു പരിധിയുണ്ട്. അത് നിങ്ങൾക്കിത് കട്ടതിന് ശേഷമേ ആ പരിധി നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ ചെയ്യുമ്പോൾ ഒരു ദിവസം ഒരു 5 എണ്ണത്തിൻ്റെ ഏറെയൊക്കെ കട്ട് ചെയ്ത് നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിലും ഇതുപോലൊരു മെസ്സേജ് വന്ന് ബ്ലോക്കാവും. പക്ഷെ അത് കാരണമാണ് ബ്ലോക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 24 മണിക്കൂറിന് മുന്നിൽ അത് പിന്നെ റീ ഓപ്പൺ ആവും. നിങ്ങളെ
ലിമിറ്റ് പിന്നെയും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും സ്ട്രൈക്ക് കാരണമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 7 ദിവസം വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫീഡ്ബാക്കായിട്ട് നിങ്ങളെ പരാതി സമർപ്പിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ. അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ കൊടുക്കുക. അപ്പോൾ ഓക്കെ, ബൈ.